ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ബാണാസുര ഡാമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോണ വഴിക്കുള്ള കാണിച്ചതാണ്. പോണ വഴിക്കുള്ള വ്യൂ ആണ് ഇത്. എല്ലാം ഒന്നും എടുക്കണില്ല, അത്യാവശ്യം നല്ല കാണാൻ കൊള്ളുന്ന മാത്രമേ എടുക്കണുള്ളൂ. ഓക്കെ, ഡാം കണ്ടോ? ഇതാണോ ബാണാസുര ഡാം എന്നറിയില്ല, നോക്കട്ടെ. ബസ്സുണ്ട്. ഇപ്പോൾ ബസ് നല്ല വെയിറ്റിങ് ആയതുകൊണ്ട് നടക്കണതാണ്. ഇവിടെ നിന്ന് കാണുന്ന സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടേക്ക് ഉള്ള ദൂരമേ ഉള്ളൂ. പിന്നെ സ്റ്റെപ്പ് കയറണം, അത് മാത്രമേ ഉള്ളൂ. പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും, അവരെന്നെ പിക്ക് ആയിട്ട് അവിടെ ഇറക്കി തരും. ഓക്കെ, ഡാമിൻ്റെ മേലെ നിന്നുള്ള മൊത്തത്തിലുള്ള വീഡിയോ. വലിയൊരു സംഭവമൊന്നുമല്ല,
പിന്നെ അതിൻ്റെ ഇപ്പോൾ സ്കിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ കുറേ പിള്ളേർക്ക് പറ്റിയ കുറേ പരിപാടികളുണ്ട്. അത് കയറി വന്ന അതേ കൂടെ തന്നെ ഇറങ്ങിപ്പോണം. ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നു, അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോയി അതിലേ കൂടെ തിരിച്ച് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോകണം. ഈ എൻട്രൻസിലോട്ട് പോകണം, എന്നാലേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അതിലേ കയറി വന്നിട്ട് ഇതിലേ പോവാന്ന് ചോദിച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാണാം. ഈ ഡാമിൻ്റെ മെയിൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാണ്. പക്ഷെ അതിനും കാട്ട് ഹൈലൈറ്റ് വരുന്നത് എന്താ, ഇത് കണ്ണൻ്റെ മല പോലെ ഇല്ല. ഇതാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സീന്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഗസ്റ്റേ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നല്ല വെയിലാ, നല്ല ടയർഡായിട്ടാണ്. ഈ കാറിൽ കയറിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കണം. ഓക്കെ, ഇവിടെ മേലെ കാറ് പാർക്കിയിട്ടുണ്ട്. ഇവിടെ പൈസയൊക്കെ ചെക്കനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ചെക്കൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് കാറ് നോക്കിക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മീൻമുട്ടി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ വാട്ടർഫോൾസിൻ്റെ അരികത്താണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കുത്തനെ ഉള്ള ഒരു കയറ്റമാണ്, നല്ല കയറ്റമാണ്. ആ കയറ്റത്തിൽ തന്നെ വരുന്ന വഴി ഓരോ വീട്ടുകാരാണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആ കയറ്റം കയറുമ്പോൾ ഒരു 10-25 പാർക്കിംഗ് സ്ഥലമുണ്ടാവും. റോട്ടിൽ കണ്ടിട്ട് വാ ഇവിടെ പാർക്ക് ചെയ്യും, ഇവിടെ പാർക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മേലെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മിഡിൽ പോർഷനാണ് എൻട്രൻസ് വാട്ടർഫോൾസിലേക്ക്. എന്നിട്ട് അവസാനം ഇറങ്ങി വരുന്നത്, എക്സിറ്റ് വരുന്നത് ഏറ്റവും മേലെയാണ്. അതാണ് മേലെ വെച്ചത്. ഓക്കെ, ഇനി ഇവിടെ ടിക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, അതേപോലെ തന്നെ വരുന്ന വരെയാണ്. ഓരോ വീടുകാരാണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറമുണ്ട്, പിന്നെ ഈ കടേൻ്റെ അപ്പുറമുണ്ട്, അതുപോലെ ഇപ്പുറം ഒരു കടയുണ്ട്, അതിൻ്റെ ഇപ്പുറമുണ്ട്, ആ കടേൻ്റെ അപ്പുറമുണ്ട്. എവിടെയൊക്കെ കടയുണ്ടോ ആ കടേൻ്റെ വീട്ടുകാരുടെ അപ്പുറം ഇപ്പുറമായിട്ടുള്ള പാർക്കിംഗ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഓഫീസുണ്ട്, ടിക്കറ്റിൻ്റെ കൊണ്ടുപോയി. ഓക്കെ, അവിടെ നിന്ന് സീനിയർ സിറ്റിസന് ടിക്കറ്റ് വേണ്ട, കുട്ടിക്കും ഒരു കുട്ടിയും പിന്നെ 3 ആളാണ്. 150 ടിക്കറ്റ് വന്നത്. ഇവിടെ നിന്നാണ് വാട്ടർഫോൾസിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രായ ആൾക്കാർക്ക് വിചാരിച്ച പോവാം, ഇല്ലെങ്കിൽ അവിടെ എൻട്രീൻ്റെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കയറി കറങ്ങിയിട്ട് വരാം. വാട്ടർഫോൾസിൽ ഇപ്പോൾ നിലവിൽ വെള്ളം കുറവാണ്. ബാക്കി വ്യൂ പോയിന്റിലോട്ട് നേരെ നടന്നിട്ട് കറങ്ങിയിട്ട് വരാൻ പറ്റും. ഓക്കെ,
കുറ്റ്യാടി ചുരം, അതായത് വയനാട് ചുരം വരുന്നത്, കുറ്റ്യാടി വയനാട് ചുരം വരുന്നത്. ഓക്കെ, ഇതാണ് ഹെയർ പിൻ വരുന്നത്. മെയിൻ വ്യൂ പോയിന്റ് ആണ് വരുന്നത് ഹെയർ പിന്നിലെ. ഓക്കെ.